അക്ഷരശ്ലോകം ഒരു വിനോദമാണ്. സാഹിത്യപ്രേമികൾക്ക് എല്ലാ കാലത്തും ഉന്മേഷം പകരുന്ന വിനോദം അഥവാ ഒരു കളി. വായനാശീലമുള്ളവർക്ക് പ്രത്യേകിച്ച് കവിതകൾ അഥവാ പദ്യകൃതികൾ, മലയാളത്തിലോ സംസ്കൃതത്തിലോ മണിപ്രവാളത്തിലോ ഉള്ളവ വായിക്കുന്ന സഹൃദയർക്ക് അക്ഷരശ്ലോകം ചൊല്ലാനും കേൾക്കാനും ഇഷ്ടമായിരിക്കും. എല്ലാ പദ്യകൃതികളും അക്ഷരശ്ലോകത്തിൽ ചൊല്ലാറില്ല. കാവ്യകേളിയിൽ ദ്രാവിഡവൃത്തത്തിലുള്ള കവിതകളാണ് ചൊല്ലുന്നത്. അക്ഷരശ്ലോകത്തിൽ സംസ്കൃതവൃത്തത്തിലുള്ള കൃതികൾ, അനുഷ്ടുപ്പ് ആണ് ചൊല്ലുന്നത്. ആദ്യം ഒരാൾ ഏതെങ്കിലും ഒരു ശ്ലോകം വന്ദനശ്ലോകം പോലെ ചൊല്ലുന്നു. അതിൻ്റെ മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം അടുത്ത ആൾ ശ്രദ്ധിക്കണം. ആ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ശ്ലോകമാണ് അടുത്ത ആൾ ചൊല്ലേണ്ടത്. ധാരാളം ശ്ലോകങ്ങൾ പരിചയപ്പെടാനും പഠിച്ചു വയ്ക്കാനും ഈ വിനോദം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓർമ്മശക്തി നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആശയം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഭംഗിയായി അവതരിപ്പിക്കുമ്പോൾ ഇത് ആസ്വാദ്യമാവുന്നു. അക്ഷരസ്ഫുടത ഏറ്റവും പ്രധാനമാണ്. ഓരോ അക്ഷരത്തിലും തുടങ്ങുന്ന ശ്ലോകങ്ങൾ കുറച്ചെണ്ണം ഓർമ്മിച്ച് കരുതി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളെ ഇന്റർനെറ്റിന്റെ പിടിയിൽ നിന്ന് അല്പനേരം മാറ്റി നിർത്താനും ഈ വിനോദം സഹായിക്കും.